നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തുല്യതാ പാഠാവലി മലയാളം അതിലെ മൊഴി വഴികൾ എന്ന യൂണിറ്റിലെ സീതാ സ്വയംവരം എന്ന പദ്യഭാഗമാണ്. ആ പദ്യഭാഗത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു പ്രവേശകം നമുക്ക് തന്നിട്ടുണ്ട്. മഹാകവി വള്ളത്തോളിൻ്റെ തറവാട്ടമ്മ എന്ന കവിതയിലെ കുറച്ചു വരികൾ. മഹാകവി വള്ളത്തോൾ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരു കവി. കുമാരനാശാൻ, ഉള്ളൂർ എന്നിവരാണ് മറ്റു രണ്ട് കവികൾ. വള്ളത്തോളിൻ്റെ ആ കവിതാഭാഗം നമുക്കൊന്ന് നോക്കാം. ഞാനത് ചൊല്ലാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് മൃദുമാമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സുഭാഷതൻ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഇത്രയുമാണ് വരികൾ. നമുക്ക് ഈ വരികളുടെ ആശയത്തിലേക്ക് പോകാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. ഒരു മനുഷ്യന് പെറ്റമ്മയാണ് സ്വന്തം മാതൃഭാഷ. മറ്റുള്ള ഭാഷകളെല്ലാം വെറും തോഴിമാരാണ്. ധാത്രി, തോഴി. മാതാവിൻ്റെ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. ഒരു അമ്മയുടെ സ്നേഹമാകുന്ന ദുഃഖം, പാൽ നുകർന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയിലെത്തൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ. നമ്മുടെ അമ്മ, നമ്മുടെ പെറ്റമ്മ പകർന്നു തരുമ്പോൾ മാത്രമാണ് അമൃത് നമുക്ക് അമൃതായിട്ട് തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സുഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഏതൊരു വേദമായാലും ശാസ്ത്രമായാലും കാവ്യമായാലും അത് നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ നിന്നു തന്നെ നമുക്കത് കേൾക്കണം. ഹൃത്ത് മനസ്സ്, വക്ത്രം മുഖം. ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭാഷയുടെ, മാതൃഭാഷയുടെ മാഹാത്മ്യത്തെ പറ്റി കവി ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, മാതൃഭാഷ അമ്മ വിളമ്പിത്തരുന്ന ഊണും അല്ലെങ്കിൽ ഭക്ഷണവും മറ്റുള്ള ഭാഷകൾ ഹോട്ടലിലെ ഭക്ഷണവും ആണെന്ന്. നമ്മുടെ മനസ്സിലെ വിചാരങ്ങളും വികാരങ്ങളും വ്യക്തമായിട്ട് നമുക്ക് പ്രതിഫലിപ്പിക്കണമെങ്കിൽ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഏതൊരു കാര്യവും നന്നായി മനസ്സിലാക്കണമെങ്കിലും അത് മാതൃഭാഷയിലൂടെ തന്നെ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മുടെ സ്വന്തം മാതൃഭാഷയെ കവി പെറ്റമ്മയായിട്ടും മറ്റുള്ള ഭാഷകളെ തോഴിമാരായിട്ടും കാണുന്നു, അല്ലെങ്കിൽ വിരുന്നുകാരായിട്ട് കവി കാണുന്നു. മാതൃഭാഷ സംബന്ധിച്ച് വള്ളത്തോൾ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ എന്തെല്ലാം? ഈ ആശയങ്ങളുടെ ഇന്നത്തെ പ്രസക്തി എന്ത് ചർച്ച ചെയ്യുക. ഇവിടെ മാതൃഭാഷയെ സംബന്ധിച്ച് വള്ളത്തോൾ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചു തന്നത്. എങ്കിലും ഒന്നുകൂടി പറയാം. ഒരു മനുഷ്യന് അവൻ്റെ മാതൃഭാഷ സ്വന്തം പെറ്റമ്മയ്ക്ക് തുല്യമാണ്. അവൻ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന മറ്റു ഭാഷകളെല്ലാം തോഴിമാർക്ക് സമമാണ്. അമ്മയുടെ വാത്സല്യം നിറഞ്ഞ പാൽ നുകർന്നാൽ മാത്രമേ
കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് അമ്മയുടെ വാത്സല്യം നിറഞ്ഞ ആ പാൽ ആയിരിക്കും. അത് അമ്മ പകർന്നു തരുമ്പോഴാണ് നമുക്ക് ഏതൊരു ഭക്ഷണവും അമൃതായിട്ട് തോന്നുകയുള്ളൂ. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് വേദമായാലും ശാസ്ത്രമായാലും കാവ്യമായാലും, നമ്മുടെ മനസ്സിൽ അത് നല്ലവണ്ണം പതിയണമെങ്കിൽ അവയെല്ലാം നമ്മുടെ സ്വഭാഷയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയുമാണ് ഇതിൻ്റെ ആശയം. ഇനി ഈ ആശയങ്ങളുടെ ഇന്നത്തെ പ്രസക്തി ചോദിക്കുന്നുണ്ട്. ഇന്ന് മാതൃഭാഷയ്ക്ക് കവി പറയുന്നത് പോലെയുള്ള ഒരു പ്രസക്തി നമ്മൾ കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. മാതൃഭാഷാ പഠനം ഇന്ന് അനിവാര്യമായ ഒരു സംഗതിയല്ല എന്നാണ് പലരുടെയും ചിന്ത. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രസക്തി ഉയരുന്നത്. മലയാളം മീഡിയത്തിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഇന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് പഠിച്ചാലേ ഉയർന്ന നിലകളിലെത്താനും ഉന്നത വിദ്യാഭ്യാസത്തിൽ ശോഭിക്കാനും കഴിയൂ എന്നൊരു വിശ്വാസം ഉണ്ട്, ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിലുണ്ട്. എന്നാൽ അത് ശരിയല്ല. കാരണം മഹാകവി വള്ളത്തോൾ പറയുന്നത് പോലെ മാതൃഭാഷാ പഠനമാണ് നമ്മുടെ എല്ലാ വളർച്ചയ്ക്കും നിദാനം. നമുക്ക് ഏതൊരു കാര്യവും നമ്മുടെ പ്രായത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ പതിയത്തക്കവണ്ണം പഠിക്കണമെങ്കിൽ അത് മാതൃഭാഷയിലൂടെ ആയാൽ മാത്രമേ സാധിക്കൂ. നമ്മുടെ മനസ്സിലെ ചിന്തകളും വിചാരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് പ്രതിഫലിപ്പിക്കാൻ തീർച്ചയായിട്ടും മാതൃഭാഷാ പഠനം ആണ് വഴിവെക്കുന്നത്. ഇത്രയുമാണ് ഈ പ്രവേശകത്തെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. നമ്മൾ പ്രവേശകം പഠിച്ചു കഴിഞ്ഞല്ലോ. അടുത്തതായിട്ട് നമുക്ക് സീതാ സ്വയംവരം എന്ന കവിത പഠിക്കാം. ഇത് എഴുതിയിരിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. നമുക്ക് ആദ്യം കവിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. മലയാള കവിതാ പ്രസ്ഥാനത്തില് പുരാതന കവിത്രയം, ആധുനിക കവിത്രയം എന്ന് രണ്ട് വിഭാഗങ്ങളുണ്ട്. ത്രയം എന്നാൽ 3 എന്നർത്ഥം. പുരാതന കവിത്രയത്തിലെ കവികളാണ് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അതിൽ എഴുത്തച്ഛന്റെ കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഇങ്ങനെ 2 കൃതികൾ ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വരികളാണ് സീതാ സ്വയംവരം എന്ന പാഠഭാഗത്തുള്ളത്. ഭാരതത്തിലെ 2 ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് മഹാഭാരതവും രാമായണവും. രാമായണം വാൽമീകിയാൽ രചിക്കപ്പെട്ടു. മഹാഭാരതമാകട്ടെ വേദവ്യാസനാലും രചിക്കപ്പെട്ടു. രാമായണത്തിന്റെ ആ രചനയിൽ ആകൃഷ്ടരായിട്ട് ആ കാലഘട്ടത്തിൽ സംസ്കൃത ഭാഷയിലും ഇതര ഭാഷകളിലും ധാരാളം രാമായണ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണം എന്ന കൃതിയെ അവലംബിച്ചാണ് എഴുത്തച്ഛൻ തന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത്. അദ്ദേഹം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നും അറിയപ്പെടുന്നു. എന്താണ് കിളിപ്പാട്ട്? ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാ ശേഷവും ചൊല്ലു നീ. അല്ലയോ ശാരിക പൈതലേ, ചാരുശീലേ, വരൂ, എന്നിട്ട് കഥ ചൊല്ലൂ. ഇങ്ങനെ കവി പറയുമ്പോൾ അത് കേട്ടിട്ട് ആ ശാരിക പൈതലായ പക്ഷി കഥ പറയുകയാണ്. ആ കിളി പറയുന്ന കഥ കവി എഴുതിയെടുക്കുന്നു. ഈ രീതിയിൽ എഴുതപ്പെടുന്ന കവിതാ പ്രസ്ഥാനത്തിനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിളിപ്പാട്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മൾ അദ്ദേഹത്തെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നും പറയുന്നുണ്ട്.
എഴുത്തച്ഛന് മുൻപ് വരെ മലയാളത്തിൽ പ്രധാനമായിട്ടും 2 കവിതാ പ്രസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. പാട്ട് പ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും. തമിഴ് ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി എഴുതപ്പെട്ട കൃതികളാണ് പാട്ടുകൃതികൾ. സംസ്കൃത ഭാഷയ്ക്ക് പ്രാധാന്യം നൽകി എഴുതപ്പെട്ട കൃതികളാണ് മണിപ്രവാള കൃതികൾ. എഴുത്തച്ഛൻ എന്താണ് ചെയ്തത്? പാട്ടുകൃതികളിലെയും മണിപ്രവാള കൃതികളിലെയും വേണ്ടവ മാത്രം സ്വീകരിക്കുകയും അല്ലാത്തവയെ തിരസ്കരിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ന് നാം കാണുന്ന ആധുനിക ഭാഷ, മലയാള ഭാഷയുടെ ഏകദേശ രൂപത്തിലും അദ്ദേഹം കാവ്യങ്ങൾ രചിച്ചു. അതിനാൽ അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നുകൂടി പറയുന്നുണ്ട്. എഴുത്തച്ഛന്റെ കൃതികളിലെ പ്രധാന ഭാവം ഭക്തിയാണ്. ഈശ്വര സാക്ഷാത്കാരമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. ആ ഭക്തി നിറഞ്ഞ കവിതകൾ ഓരോ ആളുകളെയും ഭക്തിയുടെ ഭാവത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. അതുകൊണ്ട് ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്നും നമുക്ക് എഴുത്തച്ഛനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ സീതാ സ്വയംവരം എന്ന കവിതയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണ് ശ്രീരാമനും ലക്ഷ്മണനും. വിശ്വാമിത്ര മഹർഷി ഒരിക്കൽ കൊട്ടാരത്തിലെത്തുകയും രാമലക്ഷ്മണന്മാരെ അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടി പുറപ്പെടുകയും ചെയ്തു. അവർ പല സ്ഥലങ്ങളും ചുറ്റി. അങ്ങനെ സഞ്ചരിക്കവേ ഒരിക്കൽ വിദേഹ രാജ്യത്തിലും എത്തി. അവിടെ ജനക മഹാരാജാവിന്റെ മകളായ മൈഥിലിയുടെ, സീതയുടെ സ്വയംവരം നടക്കുകയാണ്. പല രാജ്യങ്ങളിൽ നിന്നും ധാരാളം രാജാക്കന്മാർ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മത്സര പരീക്ഷ മഹാരാജാവ് സ്വയംവരത്തിനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ പരമശിവനാൽ ലഭ്യമാക്കിയ ഒരു ശൈവജാപം, അത് എടുത്തു കുലയ്ക്കുന്ന ആൾക്കാണ് സീതയെ വിവാഹം ചെയ്യാൻ സാധിക്കുക. രാജാക്കന്മാർ എല്ലാവരും ആ മത്സര പരീക്ഷയിൽ പങ്കെടുത്തു. പക്ഷെ ഒരാൾക്ക് പോലും ആ ശൈവജാപം ഒന്ന് അനക്കാനോ എടുത്തു പൊക്കുവാനോ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് രാമലക്ഷ്മണന്മാരോടൊപ്പം വിശ്വാമിത്രൻ കൊട്ടാരത്തിലെത്തുന്നത്. അവിടെ ആ ശൈവജാപം എടുത്ത് കുലയ്ക്കാൻ ശ്രമിക്കുന്ന ശ്രീരാമനെയും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് നമ്മൾ ഈ കവിതാഭാഗത്ത് പഠിക്കുന്നത്. നമുക്ക് അവിടേക്കൊന്ന് കടന്നു ചെല്ലാം. ഞാൻ ഈ കവിത ഒന്ന് ചൊല്ലാം. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ട് രാഘവനത് കേട്ട് മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടെ എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങളും ഒന്നു മറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഘടാശ്ലേഷവും ചെയ്താനല്ലോ.
ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിച്ചൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പല മാലയും ഇട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ച് നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിയിടിനാൻ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേതാണ് ഈ വരികൾ. നമുക്ക് ഈ കവിതയുടെ ആശയത്തിലേക്ക് പോകാം. അങ്ങനെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ് വിശ്വാമിത്ര മഹർഷിയും രാമ ലക്ഷ്മണന്മാരും. ശ്രീരാമചന്ദ്രൻ ആ ചന്ദ്രശേഖരന്റെ, ശ്രീ മഹാദേവന്റെ, പരമശിവന്റെ പള്ളിവിൽ കണ്ടിട്ട്, ആ ശൈവജാപം കണ്ടിട്ട് രാമചന്ദ്രന്, ശ്രീരാമന് അതിയായ സന്തോഷമുണ്ടായി. ആ ശൈവജാപം തനിക്ക് കാണാൻ സാധിച്ചല്ലോ എന്ന ഒരു കാരണം കൊണ്ട് അതീവ സന്തോഷത്തോടെ അദ്ദേഹം ആ ചാപത്തെ വന്ദിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ? ഏതൊരു നല്ല കാര്യവും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും അനുവാദവും അംഗീകാരവും വാങ്ങേണ്ടതാണ്. ഇവിടെ ശ്രീരാമനും അതുതന്നെ ചെയ്യുന്നു. സ്വയംവരത്തിനായിട്ട് തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ ശൈവജാപം ഞാൻ എടുത്തോട്ടെ, അത് കുലച്ചോട്ടെ എന്നൊക്കെ അദ്ദേഹം അനുവാദത്തിനായിട്ട് വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് വിശ്വാമിത്രൻ പറയുന്നു, എല്ലാമാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. തീർച്ചയായിട്ടും അത് ചെയ്തോളൂ, ആ വില്ലെടുത്ത് കുലയ്ക്കുക. അതുകൊണ്ട് ഇവിടെ കല്യാണം എന്നത് നടക്കും. ഇവിടെ കല്യാണം എന്ന വാക്കിന് രണ്ട് അർത്ഥമാണ് ഉള്ളത്. കല്യാണം എന്നാൽ മംഗളം എന്നർത്ഥം, മറ്റൊന്ന് വിവാഹം എന്നർത്ഥം. വിശ്വാമിത്രന്റെ വാക്കുകളിൽ ഇത് രണ്ടും ഇവിടെ നടക്കും. ശ്രീരാമൻ ഈ ശൈവജാപം എടുത്തു കുലയ്ക്കുമ്പോൾ അത് വളരെ മംഗളകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ആ വില്ലെടുത്ത് കുലച്ചാൽ സീതാ സ്വയംവരവും നടക്കും. ഇത് കേട്ടിട്ട് ശ്രീരാമൻ മന്ദഹാസവും പൂണ്ട്. രാഘവൻ അതു കേട്ട് മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിത് ചാപം. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ടിട്ട് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രാഘവൻ ശ്രീരാമൻ വളരെ പതുക്കെ നടന്നു ചെന്ന് ആ ശൈവചാപത്തിന്റെ അടുത്തെത്തി. എന്നിട്ട് ധൃതിയിൽ അതെടുക്കുകയല്ല ചെയ്തത്, ആ ശാപത്തെ കുറച്ചു നേരം നോക്കി നിന്നു. ചാപം വില്ല്. എന്നിട്ട് കുറച്ചു നേരം നോക്കി നിന്നിട്ട് എന്തു ചെയ്തു? ജ്വലിച്ച തേജസ്സോടെ എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. ജ്വലിച്ച തേജസ്സോടുകൂടി അത് അതിവേഗം എടുക്കുകയാണ്, ആ ശൈവജാപം എടുക്കുകയാണ്. എന്നിട്ട് കുലച്ച് വലിച്ചുടൻ ആ അസ്ത്രം വലിക്കുകയാണ് കുലയ്ക്കാനായിട്ട്. അതെല്ലാം ജിതശ്രമം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് അദ്ദേഹം ചെയ്തത്. ജിതശ്രമം ബുദ്ധിമുട്ടുകളില്ലാതെ. എന്നാൽ ഇതിനു മുമ്പ് വന്ന അതീവ വീര പരാക്രമശാലികളായ രാജാക്കന്മാർ ഈ ശൈവജാപം കുലയ്ക്കാൻ ശ്രമിച്ചിട്ട് അത് ഒന്ന് അനക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല എന്നാണ് കഥയിൽ പറയുന്നത്.
അതേ ശൈവജാപം ഈ ശ്രീരാമൻ, ബാലകനായ ശ്രീരാമൻ, അധികം വയസ്സൊന്നും ആയിട്ടില്ല, ആ ശ്രീരാമൻ ചെന്ന് അതിവേഗം എടുത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇതാ കുലയ്ക്കാൻ നോക്കുന്നു. ഇത് കണ്ടിട്ട്, ഈ അവസ്ഥ കണ്ടിട്ട്, ശ്രീരാമൻ ആ ശൈവജാപം കുലയ്ക്കാനായിട്ട് നിൽക്കുന്ന ആ അവസ്ഥ കണ്ടിട്ട്, ഈരേഴ് ലോകങ്ങളും ഒന്നും മറ്റൊരു കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. ഈരേഴ് ലോകങ്ങളും, അങ്ങനെയാണ് പറയുന്നത്. ഈരേഴ് ലോകങ്ങളും മറ്റൊരു കൊണ്ടു, അതിന്റെ ശബ്ദം അവിടെയെല്ലാം മുഴങ്ങിക്കേട്ടു. ജനങ്ങളാകട്ടെ വിസ്മയപ്പെട്ടു, അത്ഭുതപ്പെട്ടു. ധാരാളം ജനങ്ങൾ ഈ സ്വയംവരം കാണാനായിട്ട് ആ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇതാ ഈ കാഴ്ച കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അവർക്കെല്ലാം വളരെ സന്തോഷമായി. പിന്നീട് ആ സന്തോഷത്തിന്റെ അവസ്ഥകളാണ് നമ്മൾ കാണുന്നത്. ജനങ്ങളെല്ലാം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. അവിടെ പാട്ടും നൃത്തവും കൂത്തും പുഷ്പവൃഷ്ടിയും വിവിധതരം വാദ്യങ്ങൾ കൊണ്ടുള്ള സംഗീതങ്ങളും ജനങ്ങളുടെ മംഗളസ്തുതികളും കൊണ്ട് നിറഞ്ഞു. ഇതാ സുന്ദരനായ ദശരഥ മഹാരാജാവിന്റെ വീരനായ ശ്രീരാമചന്ദ്രൻ ആ ശൈവജാപം കുലച്ച് തങ്ങളുടെ രാജകുമാരിയെ വിവാഹം ചെയ്യാൻ പോവുകയാണ്. ആ സ്വയംവരം അവിടെ നടക്കാൻ പോവുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് അതീവ സന്തോഷമായി. അവർ പാട്ടും നൃത്തവും അതുപോലെ കൂത്തും പുഷ്പവൃഷ്ടിയും വിവിധ വാദ്യങ്ങൾ കൊണ്ടുള്ള വാദ്യഘോഷവും മംഗളസ്തുതികളും മുഴക്കുകയാണ്. ജനങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ദേവന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു. ദേവന്മാർക്കെല്ലാം വലിയ സന്തോഷമായി. അവരെല്ലാം ആഗ്രഹിച്ചത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ദേവദേവനെ സേവിക്കുകയും അപ്സരസ്ത്രീകളെല്ലാം ആ ദേവദേവനെ സേവിക്കുന്ന അപ്സരസ്ത്രീകളെല്ലാം സന്തോഷം ഉള്ളവരായി മാറി. ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ദേവന്മാരും ദേവദേവനെ സേവിക്കുന്ന അപ്സരസ്ത്രീകളുമെല്ലാം ഈ വിവാഹ ആഘോഷം കണ്ടിട്ട് വളരെയധികം കൗതുകത്തോടെ, സന്തോഷത്തോടെ, അത്ഭുതത്തോടെ അങ്ങനെ നിന്നു എന്നർത്ഥം. അപ്പോൾ വിവാഹത്തിന്റെ മുന്നോടിയായിട്ടുള്ള ശൈവജാപം ഇതാ ശ്രീരാമൻ കുലയ്ക്കാൻ പോകുന്നു. അത് കണ്ടിട്ടുള്ള ദേവന്മാരുടെയും അവിടെ വന്നു ചേർന്നിരിക്കുന്ന ജനങ്ങളുടെയും സന്തോഷഭാവങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ജനക മഹാരാജാവ് ജഗത് സ്വാമിയായ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ജനക മഹാരാജാവ് ആ ലോകനാഥനായ ശ്രീരാമനെ, ഭഗവാനെ ജനങ്ങളുടെ ആ സദസ്സിൽ വെച്ച്, ജനസദസ്സിൽ വെച്ച് ഗാഢാശ്ലേഷവും ആലിംഗനവും ചെയ്തുവല്ലോ. അദ്ദേഹത്തിനും വലിയ സന്തോഷമായി. അദ്ദേഹം ശ്രീരാമചന്ദ്രനെ ആ ജനസദസ്സിൽ വെച്ച് ആലിംഗനം ചെയ്യുകയാണ്. പെട്ടെന്നാണ് അവിടെ അത് സംഭവിച്ചത്. ശ്രീരാമൻ വില്ലു കുലയ്ക്കാൻ തയ്യാറായിട്ട് അങ്ങനെ നിൽക്കുകയാണല്ലോ. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ ശൈവചാപം എടുത്ത് ഉയർത്തി അങ്ങനെ വലിച്ചു നിൽക്കുകയാണ്. ഏതൊരു നിമിഷവും വില്ലു കുലയ്ക്കാം. പെട്ടെന്ന് അവിടെ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞ ഒച്ച കേട്ടു. വില്ലു കുലയ്ക്കാൻ വലിച്ചു നിന്നപ്പോൾ ഒരു വലിയ ശബ്ദം. ആ ശബ്ദത്തിനെ കവി ഇടിവെട്ടിയിടും വണ്ണം എന്നാണ് പറയുന്നത്. ഇടിവെട്ടുമ്പോഴുള്ള ശബ്ദം ശരിയല്ലേ? പെട്ടെന്ന് അതിശബ്ദത്തിലൊരു ഇടിവെട്ടിയാൽ നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും, കിടുകിടാന്ന് ഞെട്ടി തരിച്ചു പോകും. അതുപോലെ ഇതാ ഇവിടെ ഒരു ഇടിവെട്ടുന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നു. അത് ആ വില്ല് രണ്ടായിട്ട് മുറിഞ്ഞതാണ്. ശ്രീരാമന്റെ ആ ബലിഷ്ഠമായ കരത്തിന്റെ ശക്തി താങ്ങാൻ വയ്യാതെ ആ ശൈവചാപം കുലയ്ക്കാൻ ശ്രമിച്ച വില്ല് രണ്ടായിട്ട് ഇടിവെട്ടുന്ന മട്ടിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒടിഞ്ഞു. ഇത് കണ്ടിട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വരിയാണിത്. രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ നടുങ്ങി. എന്തായിരിക്കാം അങ്ങനെ നടുങ്ങാനുള്ള കാരണം?
ഉരകം പാമ്പ്. പാമ്പിന് ഇടിവെട്ട്, ഇടിമുഴക്കം വലിയ പേടിയാണ്. ഇടിമുഴങ്ങുമ്പോൾ പാമ്പുകൾ പേടിച്ചിട്ട് അവയുടെ മാളങ്ങളിൽ പോയി ഒളിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വില്ല് മുറിഞ്ഞ ആ ഇടിവെട്ടുന്ന പോലുള്ള ശബ്ദം കേട്ടിട്ട് അവിടെ കൂടിയിരുന്ന രാജാക്കന്മാർ, ശക്തിമാന്മാരായ രാജാക്കന്മാർ പാമ്പുകളെ പോലെ പേടിച്ചു, ഭയപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ ഒരാൾ സന്തോഷിക്കുന്നുണ്ട്. ആരാണത്? മൈഥിലി. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. മൈഥിലി മയിൽപേടയെ പോലെ സന്തോഷിച്ചു. ഇടിവെട്ടുമ്പോൾ പാമ്പുകൾക്ക് ഇടിവെട്ട് പേടിയാണ്, പക്ഷേ മയിലിന് ഇടിവെട്ട് സന്തോഷമാണ്. നമുക്കറിയാം, മയിൽ ആ മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പ് ആകാശം മുഴുവൻ കാർമേഘമായി നിൽക്കുമ്പോഴും ചെറിയ മിന്നലുകളും ഇടിമുഴക്കവും ഒക്കെ ഉള്ള സമയത്ത് മയിൽ അതിൻ്റെ മനോഹരമായ പീലികൾ വിടർത്തി നൃത്തം ചെയ്യുന്നു. അപ്പോൾ മയിലിന് ഇടിവെട്ട് വലിയ ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ്. അപ്പൊ നടുങ്ങി ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട വരികളാണിത്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഞാൻ മുൻപ് പറഞ്ഞല്ലോ. ഇതെല്ലാം കണ്ടിട്ട് കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. കൗശികൻ വിശ്വാമിത്രൻ, ചേതസ് മനസ്സ്. അവിടെ നടന്ന ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വിശ്വാമിത്ര മഹർഷിക്ക് ആകെ കൗതുകമായി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വലിയ അത്ഭുതങ്ങളാണല്ലോ നടക്കുന്നത്. അങ്ങനെ ആ ശൈവചാപം ശ്രീരാമചന്ദ്രൻ കുലയ്ക്കുകയാണ്. തുടർന്ന് സീതയെ സ്വയംവരം ചെയ്യാൻ പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങളാണിവിടെ. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. മൈഥിലിയെ, സീതാദേവിയെ പരിചാരികമാരും അമ്മമാരും കൂടി ചേർന്ന് നല്ലവണ്ണം അണിയിച്ചൊരുക്കുകയാണ്. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി. മൈഥിലിയെ കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒന്ന് നോക്കൂ. സ്വർണവർണ്ണത്തെ, നല്ല സ്വർണത്തിന്റെ നിറമാണ് മൈഥിലിക്ക്. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി, സുന്ദരിയായ ആ മൈഥിലി ശരീരത്തിൽ സ്വർണ ഭൂഷണങ്ങളും അണിഞ്ഞ്, സ്വർണാഭരണങ്ങളും അണിഞ്ഞ് ശോഭയോടെ അർണോജനേത്രന്റെ, അർണോജം താമര, താമരയുടെ കണ്ണുപോലെയുള്ളവൻ ശ്രീരാമചന്ദ്രനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ അർണോജനേത്രന്റെ മുമ്പിലേക്ക് എത്തുകയാണ്. സത്രപം, നാണത്തോടെ വിനീതയായിട്ട് എത്തുകയാണ്. ഇവിടെ സീതാദേവി ഇതാ ശ്രീരാമന്റെ കഴുത്തിൽ വരണമാല്യം അണിയിക്കുവാനായിട്ട് തോഴിമാരാലും പരിചാരികമാരാലും അമ്മമാരാലും അണിയിച്ചൊരുക്കി. സ്വർണമാലയെല്ലാം അണിഞ്ഞ് അതീവ സുന്ദരിയായി പതുക്കെ പതുക്കെ നാണത്തോടെ വിനീതയായിട്ട് ശ്രീരാമചന്ദ്രന്റെ അരികിലെത്തി. കയ്യില് വരണമാല്യമുണ്ട്, പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു പൂമാലയുണ്ട്. ശ്രീരാമന്റെ സവിധത്തിലെത്തിയ സീതാദേവി എന്തു ചെയ്തു? ആദ്യം നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ. കയ്യിലിരിക്കുന്ന ആ വരണമാല്യം ശ്രീരാമന്റെ കഴുത്തിൽ ഇടുന്നതിനു മുൻപ് മറ്റൊരു മാല ഇട്ടു. എന്താണത്? നേത്രോൽപലമാല. നേത്രങ്ങൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് ശ്രീരാമനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിനെയാണ് ഇവിടെ നേത്രോൽപലമാല എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. കയ്യിലിരുന്ന ആ വരണമാല്യം, ആ പൂമാലയും കഴുത്തിലിട്ടു. അങ്ങനെ മാലയും ധരിച്ച് നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിയിടിനാൻ. അങ്ങനെ സീതാദേവി അണിയിച്ച ആ വരണമാല്യവും കഴുത്തിലിട്ട് ആ ബാലകനായ ശ്രീരാമൻ വളരെയധികം വിളങ്ങി ശോഭിച്ച്
ആ കൊട്ടാരത്തിലെ സദസ്സിൽ അങ്ങനെ നിന്നു. ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ആശയം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ ധരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ